യെസ്റ്റർഡേ ടുഡേ ടുമാറോയുടെ ഹൈബ്രിഡ് ഇനം വെറൈറ്റിയാണിത്. അപ്പോൾ അതിൽ വീണ്ടും മിലി ബഗ്ഗെല്ലാം കൂട് വെച്ച് ഒരുമാതിരി ആക്കി. അപ്പം ഞാൻ ഇതിനെ ചെയ്തു കൊടുക്കുന്ന മരുന്നെന്ന് വെച്ചാൽ നമ്മുടെ ഷാമ്പൂവും കുറച്ച് പ്രിൽ ലിക്വിഡും കൂടെ ഒരു കുപ്പിയിലാക്കി നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. വെള്ളം കൂടെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ പോകട്ടോ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം പോയി കിട്ടും. ഇത്തിരി തിരക്ക് വന്നതിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ആയതാണ്. പിന്നെ മറ്റൊരാളെ കാണിക്കാം. നമ്മുടെ രാത്രി റാണി ഇതാ ബഡ് വീണ്ടും വന്ന് കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ബഡ് വന്നത്. 2 ബ്രാഞ്ച് വന്നിട്ട് അതിൽ ബഡ് വന്നിട്ടുണ്ട്. നല്ല മണമാണ്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മണമാണ്. ഇതെൻ്റെ വെരിഗേറ്റഡ് പാർവതി പ്ലാന്റ്. ഇതിനെ ആരൊക്കെ കടിച്ചു മുറിച്ച് തിന്നിട്ടുണ്ട്. ഇത് ഡാർക്ക് വയലറ്റ് പെൻഡാസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ പന്തലിച്ച് കിടന്ന നമ്മുടെ കാറ്റ് ക്ലൗവിനെ കുറേ വലിച്ച് പറിച്ച് കളഞ്ഞു. വേറെ കൊണ്ടല്ല അത് പിച്ച് കളയാനായിട്ട് കാരണം ഇവിടെ കുറേ റെയറായിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് ഒന്നും ഇപ്പോൾ ഉണ്ട്. അവർക്കൊന്നും വെയിലും കിട്ടുന്നില്ല, കാറ്റ് ക്ലൗ ഇട്ട് പൂവുമില്ല, അതുകൊണ്ട് പറിച്ച് കളയേണ്ടി വന്നതാണ്. അതിൻ്റെ ചുവട് സഹിതം പിഴുതെടുത്തു. അതിൻ്റെ ചുവട് ഒരു സ്ഥലത്ത് നട്ടു വെച്ചിട്ടുണ്ട്. വിഷമമുണ്ടായിരുന്നു, പക്ഷേ ബാക്കിയുള്ളവരുടെ സേഫ്റ്റിയും മുഖ്യമാണല്ലോ, അതുകൊണ്ട് അതിന് പറിച്ച് മാറ്റിയതാണ്. അപ്പോൾ ഇവരൊക്കെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂച്ച ഇപ്പം എന്നെ കാണുമ്പോൾ ഒരു പേടിയില്ല, നോക്കിക്കേ, കൂസലില്ല, നടന്നു പോവാണ്. ആദ്യമൊക്കെ എന്നെ കാണുമ്പോൾ പേടിച്ചോടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ഇതാ പുച്ഛഭാവമാണ്, പുച്ഛഭാവം. അതിനെ റിപ്പോർട്ട് ചെയ്ത് വെച്ച ആളാണിത്. ഇത്രയും വളർന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നെയാണ് ഞാൻ കാണുന്നത്. ഇവനങ്ങ് ഭയങ്കര ഭീമാകാനായിട്ട് വാർച്ചയുള്ള ഒരാളാണ് കേട്ടോ. ആ ഫിലോഡെൻഡ്രോൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇതിനെ വലിയ ബോട്ടിലോട്ട് മാറ്റാൻ സമയമായി. ഞാൻ കുഞ്ഞു ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. നല്ല തടിയാണ് കേട്ടോ, തെങ്ങ് പോലെ ഇങ്ങനെ വളർന്ന് വന്നിട്ടുണ്ട്. എൻ്റെ സ്വപ്നമായിരുന്നു ഇങ്ങനെ സോളൻട്രയൊക്കെ ഇങ്ങനെ വീടിനകത്തേക്ക് പൂത്ത് കിടക്കണമെന്ന്. അങ്ങനെ ഇതാക്കിക്ക് ഇവിടെ മുല്ലച്ചെടി, സോളൻട്ര, പിന്നെ നമ്മുടെ തുമ്പർജിയ ബ്ലൂ, കൃഷ്ണനീല എന്നൊക്കെ പറയുന്ന ചെടി, പിന്നെ മാൻഡിവില്ലയുടെ ഒരു ക്രീപ്പർ, യെല്ലോ ക്രീപ്പർ, ഇത്രയും നട്ടിട്ടുണ്ട്. എല്ലാവരുടെ ഒരുമിച്ച് പൂത്ത് നിൽക്കുകയാണ്. മുല്ലക്കട ഇതിനിടയ്ക്ക് ഒരു പൂവുണ്ടായി നിൽപ്പുണ്ട്. ഞാനിങ്ങനെ കലയുടെയെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മോളാണ് കണ്ടുപിടിച്ചത് കേട്ടോ. ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. എന്താ ഇവിടെ 2 കണ്ണ്, നമ്മുടെ പച്ചത്തവളക്കുട്ട വലുതായിരിക്കുന്നു ഫ്രണ്ട്സ്. എനിക്ക് നല്ല വലുതായി സത്യമായിട്ട്. ഞാൻ പെട്ടെന്ന് ഞാൻ പേടിച്ച് പോകുമായിരുന്നു. ഇതിങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാണ്. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഉണ്ട കണ്ണുമായിട്ട് ഇരിക്കുന്നതുണ്ടോ. ഇങ്ങനെ വല്ലവരെയൊക്കെ കാണാൻ നമുക്കിത്തിരി കുത്തി എനിക്ക് പൊട്ടിക്കലിത്തിരി പാരിക്കറി ഒരു രസമാണല്ലോ. 2-3 പേരുണ്ട്. അത് വേറെ ഒരു തല കാണുന്നു, ഇവിടെ ഒരു തല വേറെ കാണുന്നു. പച്ചത്തവള ബ്ലൂ പോയി വേറെ ഉണ്ടാടാ.